എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം നമ്മൾ ഉദ്ദേശിച്ചതിലധികം കൂടുതൽ വർണ്ണാഭമായി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ അംഗനവാടി ടീച്ചറുടെ നേതൃത്വത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. ആയതുകൊണ്ട് തന്നെ വാർഡ് മെമ്പർ, ALMSC കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി എന്നുള്ളതാണ്. അന്നേ ദിവസം തന്നെയായിരുന്നു നമ്മളെ മെയ് മാസത്തിലെ 2ാമത് CB വളരെയധികം ജനക്കൂട്ടത്തിൽ വെച്ച് നടത്ത പ്രവർത്തനം വളരെയധികം സ്വീകാര്യത നേടി എന്നുള്ളതും പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളതാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയ ടീച്ചർ ഇനി പ്രധാനമായിട്ടും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ സെഷൻ വിവരിക്കുന്നത്. അത്രമാത്രം അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ആയത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ പോഷൻ ട്രാക്കറിലേക്ക് ഈ മാറ്റങ്ങളൊക്കെ നിർബന്ധമായും കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവേശനോത്സവ ദിവസം 2 പ്രവർത്തനങ്ങളാണ് അന്ന് നടക്കാറുള്ളത്. ഒന്ന്, അംഗനവാടിയിൽ നാളിതുവരെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന കുട്ടികളുണ്ടാവും. മറ്റൊരു ഭാഗത്ത് പുതുതായി അംഗനവാടിയിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരുടെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യമായി പറയുന്നത് പ്രീ സ്കൂളിലേക്ക് പുതുതായി വരുന്ന കുട്ടികളെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ പോഷകഭാഷ എന്ന ചാനലിൽ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. പുതുതായിട്ട് അംഗനവാടിയിൽ വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ടീച്ചേഴ്സ് എടുക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഓർമ്മിപ്പിക്കാനുള്ളത്. പുതുതായി അംഗനവാടിയിൽ വരുന്ന കുട്ടികൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുന്ന സമയം, ആ കുട്ടി പ്രീ സ്കൂൾ കുട്ടിയാകുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ആ കുട്ടി 6 to 3 കാറ്റഗറിയിൽ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. 3 to 6 കടന്ന സമയം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 3 to 6 പോഷൻ ട്രാക്കർ അവരെ കൊണ്ടെത്തിക്കും. ഈ സാഹചര്യം കൂടി നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് ചെക്ക് ചെയ്യണം. അതായത് നാളിതുവരെ 6 to 3 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ള കുട്ടി ഇപ്പോൾ പ്രീ സ്കൂൾ കുട്ടിയായി വരുന്ന സമയം ആ കുട്ടി പോഷൻ ട്രാക്കറിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആധാർ പ്രകാരം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ജനന തീയതി പ്രകാരം ആ കുട്ടി ഇപ്പോഴും 6 to 3 അതായത് 3 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. എന്നാണോ 3 വയസ്സ് തികയുന്നത് അന്ന് മാത്രമേ പ്രീ സ്കൂൾ കുട്ടിയായി നമുക്ക് ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം കൃത്യമായി അറിയുക. അതേപോലെ വേറെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ സെൻറ്ററിലേക്കാണ് ആ കുട്ടി 3 to 6 കാറ്റഗറി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടിയായിട്ട് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി മറ്റൊരു സെൻറ്ററിൽ നിന്നും സ്വീകരിക്കുന്ന ടീച്ചറാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതും പോഷകഭാഷ എന്ന ചാനലിനകത്തുണ്ട്. കൃത്യമായി അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്തരം രീതിയിലാണ് ആ കുട്ടിയുടെ ആധാർ പ്രകാരം അല്ലെങ്കിൽ ആ കുട്ടിയെ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉപയോഗിച്ച അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആധാർ പ്രകാരം നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കുന്ന ടീച്ചർക്ക് മാത്രമേ ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. പറഞ്ഞയക്കുന്ന ടീച്ചർ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ആ ബെനിഫിഷ്യറിയെ അതേ ലിസ്റ്റിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്വീകരിക്കുന്ന ടീച്ചർ AWC മൈഗ്രേഷൻ വഴി അവരെ ഇങ്ങോട്ട് സ്വീകരിക്കും. ആ സമയം ഗുണഭോക്താവിന് OTP പോവും. ആധാറിലേക്ക് വിവരങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ യഥാസമയം തന്നെ 24 മണിക്കൂറിനകം ആ കുട്ടി പുതിയ സെൻറ്ററിലേക്ക് 3 to 6 കാറ്റഗറിയിലേക്ക് വരുമെന്നുള്ളതാണ്. അങ്ങനെ 3 to 6 വരണമെന്നുണ്ടെങ്കിൽ ആധാർ പ്രകാരമോ അല്ലെങ്കിൽ കൊടുത്ത ജനനതീയതി പ്രകാരമോ 3 വയസ്സ് പൂർത്തിയാകണമെന്നുള്ളതും നിർബന്ധമാണ്. ആ കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ഓർത്തെടുക്കാനുള്ളത്. ഇനി ഏത് സെൻറ്ററിലും നിലവിൽ ആ കുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആധാർ പ്രകാരം പുതിയ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരിക. 3 to 6 തിരഞ്ഞെടുത്ത് പുതിയ രജിസ്ട്രേഷൻ്റെ ഭാഗമാക്കുക. അതേസമയം കുട്ടിക്ക് ആധാർ ഇല്ല എങ്കിലും കുട്ടിയുടെ അച്ഛൻ്റെ, അമ്മയുടെ, രക്ഷിതാവിൻ്റെ ആരുടെയാണോ ആധാർ അവൈലബിൾ ആയിട്ടുള്ളത് ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് കൊണ്ട് ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. മറിച്ച് ആ കുട്ടിക്ക് ഇനി HCM ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രീ സ്കൂൾ കുട്ടിയാണ്, അറ്റൻഡൻസ് രേഖപ്പെടുത്തണം, മോർണിംഗ് സ്നാക്സ് കൊടുക്കണം, HCM കൊടുക്കണം, ECCയുടെ ഭാഗമാക്കണം. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുടക്കം കൂടാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം കൂടെ ചെയ്യണം. ഒന്ന്, FRS, ആ കുട്ടിയുടെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം KYC ചെയ്യണം. അപ്പോൾ ഇത് ആരുടെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെങ്കിൽ ആ കുട്ടിയുടെ വെരിഫിക്കേഷൻ, അതായത് കുട്ടിയുടെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പാടുള്ളതല്ല. കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി KYC ചെയ്യാൻ പാടുള്ളതല്ല. കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് കുട്ടിയുടെ ആധാർ തന്നെ രജിസ്റ്റർ ചെയ്തതാണെങ്കിലും കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും കുട്ടിയുടെ
അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തി മാത്രമേ ഈ KYC ചെയ്യാൻ പാടുകയുള്ളൂ. ഒപ്പം FRSനും വിധേയമാക്കാൻ പാടുകയുള്ളൂ എന്നുള്ളത് കൂടി കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ കുട്ടിക്ക് പകരം അച്ഛൻ്റെ അമ്മൻ്റെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ ഉറപ്പാക്കിയതെങ്കിൽ ആരുടെ ആധാർ കാർഡ് വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്തത് അവരുടെ വെച്ച് തന്നെ ഈ KYC FRSും ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും അമ്മയുടെയോ അച്ഛൻ്റെയോ അവരുടെ ആരാണോ രക്ഷിതാവ് അവരുടെ ആധാർ വെച്ചിട്ട് നിങ്ങൾക്ക് FRSും KYCയും പൂർത്തിയാക്കാം. ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ കുട്ടികൾക്ക് മാത്രമേ HCM പോലെയുള്ള സേവനങ്ങൾ നമുക്ക് എല്ലാ ദിവസങ്ങളും മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കുട്ടിയെ രജിസ്ട്രേഷൻ ചെയ്യുക, അതിനുശേഷം FRSും KYCക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും പെട്ടെന്ന് തന്നെ പോഷൻ ട്രാക്കറിലേക്ക് മാറ്റം വരുത്തേണ്ട കാര്യവുമാണ് ഇനി പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക, തെറ്റുകൂടാതെ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സെഷൻ വീണ്ടും കേട്ടതിന് ശേഷം മനസ്സിലായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഈ പ്രവർത്തനം ചെയ്താൽ മതി. അല്ലെങ്കിൽ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൂടെ കൃത്യമായി മനസ്സിലാക്കുക. പോഷൻ ട്രാക്കറിലേക്ക് ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൺ ടൈം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും തന്നെ അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇനി അങ്കണവാടിയിൽ നിന്നും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി സ്കൂളുകളിലേക്ക് പോയ കുട്ടികളുടെ കാര്യമാണ് ഇനി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തേണ്ട വിധം എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം നാളിതുവരെ അങ്കണവാടിയുടെ ഭാഗമായി കൊണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വന്ന് ആ കുട്ടി പഠനം പൂർത്തിയാക്കി പ്രവേശനോത്സവം തന്നെ പിരിഞ്ഞു പോകുന്ന കുട്ടികളുടെ ഡാറ്റ എൻട്രി എങ്ങനെയാണ് പോഷൻ ട്രാക്കറിലേക്ക് വരുത്തേണ്ടത്, എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ പോലെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇവരെയൊക്കെ തന്നെ അങ്കണവാടിയുടെ ഗുണഭോക്താക്കളാണ്. പല സേവനങ്ങൾ ഈ വിഭാഗത്തിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും നമ്മൾ മുടക്കം കൂടാതെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ HCM മോർണിംഗ് സ്നാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ പ്രീ സ്കൂളിൽ വരാത്ത 3 to 6 കുട്ടികൾക്ക് വളർച്ചാ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമ്മൾ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും നൽകി വരുന്നുണ്ട്. അതേപോലെ തന്നെ ആധാർ ID പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെ പ്രീ സ്കൂൾ കുട്ടിയല്ലെങ്കിലും ആ കുട്ടിയെ 6 വയസ്സ് വരെ നമ്മളെ പോഷൻ ട്രാക്കറിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾക്കില്ല. നിങ്ങൾ ബ്ലോക്കിന് വിളിച്ച് പറഞ്ഞാലും അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ കുട്ടി പ്രീ സ്കൂൾ കുട്ടിയല്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിലും അവരെ നിലനിർത്തണം. എന്നാൽ നിലവിൽ നാളിതുവരെ പ്രീ സ്കൂൾ കുട്ടിയായിരുന്നു. ആ കുട്ടി ഇപ്പോൾ സ്കൂൾ ഗോയിങ് ആണെങ്കിൽ നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് ആ എൻട്രി വരുത്തണം. അത് എങ്ങനെയെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മളെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഉണ്ടാവും. ആ ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ 3 to 6 കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ സ്കൂളിൽ വരുന്ന കുട്ടികളും സ്കൂളിലേക്ക് പോയ ഈ ലിസ്റ്റിൽ അങ്കണവാടിയിലേക്ക് വരുന്ന കുട്ടികളും അങ്കണവാടിയിൽ നിന്നും പോയ കുട്ടികളും നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്കണവാടിയിൽ നിന്നും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി പിരിഞ്ഞു പോയ കുട്ടികൾ ഇതിനകത്തുണ്ട്. ആ കുട്ടിയുടെ പേരിന് നേരെ, അതായത് ആ കുട്ടിയുടെ ഈ കാണുന്ന ഭാഗത്ത് സെൻട്രൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. ആ പ്രൊഫൈൽ കാർഡിൽ നിങ്ങൾക്കറിയാം ആ കുട്ടിയുടെ ആധാർ നമ്പർ വിവരങ്ങൾ, ആരുടെ പേരിലാണ് ഈ KYC കഴിഞ്ഞത്, അതേപോലെ ഏത് നമ്പറാണ്, ജനന തീയതി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ശ്രദ്ധിക്കുക. ചൈൽഡ് ഗോയിങ് ടു എന്ന് കാണുന്നുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ചൈൽഡ് നേരെ ഒരു പെൻസിൽ ബട്ടൺ, പ്രത്യേകം ശ്രദ്ധിക്കുക. പെൻസിൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ അങ്കണവാടി സെൻറ്റർ എന്ന് കാണാം, സ്കൂൾ എന്നും കാണാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്കണവാടി സെൻറ്ററും കാണാം, സ്കൂൾ എന്നും കാണാം. നിലവിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അങ്കണവാടി സെൻറ്ററിന് നേരെ ആയിരിക്കും ഒരു നീല ബബിൾ അവിടെ കാണാൻ സാധിക്കുക. അതായത് ഡിഫോൾട്ടായിട്ട് ആ കുട്ടി അങ്കണവാടിയിലായിരുന്നു നാളിതുവരെ. അതുകൊണ്ടാണ് ആ ഒരു അങ്കണവാടി സെൻറ്റർ ഇവിടെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ട് കിടക്കുന്നത്. ഇനി ആ കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. അതായത് അങ്കണവാടിയിൽ നിന്ന് പിരിഞ്ഞു പോയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടിയായിട്ട് മാർക്ക് ചെയ്യണം. അതിന് നമ്മൾ ഈ സ്കൂൾ എന്ന് കാണുന്ന ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ തൊട്ട് താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടൺ കളർ ചേഞ്ചായി ആക്റ്റീവായിട്ട് കാണും. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സബ്മിറ്റ് ആയി എന്നുള്ളൊരു സന്ദേശം കാണും. അങ്ങനെ കണ്ടതിന് ശേഷം മാത്രമേ പുറകിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വൺ ടൈം സബ്മിറ്റ് കൊടുത്താൽ ഈ സമയം മുതൽ ഈ കുട്ടി അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടി അല്ലാതാവും, മറിച്ച് ഈ കുട്ടി സ്കൂൾ ഗോയിങ് കുട്ടിയായി മാറും. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അങ്കണവാടിയിൽ നിന്നും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി പോയ കുട്ടികൾക്കെല്ലാം തന്നെ നിർബന്ധമായിട്ടും
ചെയ്യണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാ കുട്ടികൾക്കും അല്ല, അങ്കണവാടിയിൽ നിന്നും പിരിഞ്ഞു പോയ കുട്ടികൾക്ക് മാത്രമേ ഈ ഓപ്ഷൻ ചെയ്യാൻ പാടുകയുള്ളൂ. അറിയാതെ തെറ്റി ടീച്ചർ നിലവിൽ അങ്കണവാടിയിലുള്ള കുട്ടിയെ ഇത്തരത്തിൽ സ്കൂൾ ഗോയിങ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ആ കുട്ടിയെ തിരിച്ച് അങ്കണവാടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒരു തവണ അങ്കണവാടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് വന്നാലും അങ്കണവാടിയിലേക്ക് ഇത്തരത്തിൽ അങ്കണവാടി കുട്ടിയായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് സംവിധാനമില്ല. അപ്പോൾ തെറ്റുകൂടാതെ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തണം. അഥവാ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അതായത് ചില കേസിൽ കുട്ടികൾ വേറെ സ്കൂളുകളിലേക്കോ മറ്റോ പോയി, പക്ഷെ അവർ പറയുകയാണ് ചിലപ്പോൾ തിരിച്ച് അങ്കണവാടിയിൽ വരാൻ സാധ്യതയുണ്ട് ടീച്ചറെ എന്ന് പറയുന്ന സമയം അവരെ ഹോൾഡ് ചെയ്യുക. ഒരാഴ്ച സമയം ആ കുട്ടിയെ ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ പരമാവധി ഒരു ആഴ്ച സമയം നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ കുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ ഗോയിങ് മാർക്ക് ചെയ്ത് വിടുക. ചിലപ്പോൾ വരാൻ സാധ്യത അത് 100-ൽ 1 ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ഒരാഴ്ചയിൽ കൂടുതൽ ഇത്തരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു മാസത്തിലധികം ഇത്തരത്തിൽ പ്രീ സ്കൂളിൽ നിന്നും പോയ കുട്ടിയെ അങ്കണവാടി കുട്ടിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായി ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രീ സ്കൂൾ കുട്ടിയായിട്ട് അങ്കണവാടിയിലില്ല, പക്ഷേ ഈ കുട്ടികളൊക്കെ തന്നെ ഡെയിലി ട്രാക്കിങ്ങിലേക്ക് വരുന്ന സമയം HSCM മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ടീച്ചർ ഈ കുട്ടിക്ക് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല, ഈ കുട്ടിയെ ഡെയിലി അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നില്ല, HSCM മാർക്ക് ചെയ്യുന്നില്ല, മോർണിംഗ് സ്നാക്സ് മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സൂപ്പർവൈസേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ സൂപ്പർവൈസേഴ്സ് ധരിക്കുക നിലവിൽ ഈ കുട്ടിക്ക് ടീച്ചർ ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ കുട്ടി ഇപ്പോഴും പ്രീ സ്കൂൾ കുട്ടിയായിട്ട് ടീച്ചറുടെ ഭാഗത്തുണ്ടായിട്ടും ആ കുട്ടിക്ക് ടീച്ചർ ഒന്നും തന്നെ കൊടുക്കുന്നില്ല, ഒരു സേവനം കൊടുക്കുന്നില്ല എന്നുള്ള തെറ്റായ രൂപമാണ് ഈ റിപ്പോർട്ടായിട്ട് വരിക. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനാണ് കൃത്യമായി തന്നെ ഈ കുട്ടി അങ്കണവാടിയിൽ നിന്ന് പോയാൽ സ്കൂൾ ഗോയിങ് എന്ന് കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഈ സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ച കുട്ടിയെ നമുക്ക് ഡെയിലി ട്രാക്കിംഗ് പേജിൽ കാണും. അപ്പോൾ ടീച്ചേഴ്സിന് സംശയം വേണ്ട, നമ്മൾ ഡെയിലി ട്രാക്കിംഗ് പേജാണ് എന്ന് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത്. അങ്കണവാടി തുറന്നു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ ഉടനെ തന്നെ മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ വരും, HSCM രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ വരും, പ്രീ സ്കൂൾ ആക്ടിവിറ്റി, ECC. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ കുട്ടിയെ കാണാം. അതായത് സ്കൂൾ ഗോയിങ് എന്ന് മാർക്ക് ചെയ്താൽ ഈ കുട്ടിയെ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണ്ട. അതിനുശേഷം HSCM മാർക്ക് ചെയ്യുന്നവിടെ ഓപ്റ്റഡ് ഔട്ട് ഫോർ SNP എന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ റെഡ് മാർക്കിൽ കാണാൻ സാധിക്കും. അതായത് ഈ കുട്ടിക്ക് ഇനി മുതൽ SNP വേണ്ട എന്നുള്ളത് ടീച്ചർ ഓൾറെഡി സ്കൂൾ ഗോയിങ് എന്ന് മാർക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഭാഗത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഈ കുട്ടി ആ ഡെയിലി ട്രാക്കിങ്ങിൽ പേരുണ്ടെങ്കിലും HSCM കൊടുക്കണ്ട എന്നുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഇനി ആ കുട്ടിക്ക് HSCM ആവശ്യമില്ല എന്നുള്ളതാണ് എഴുതി കാണിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ കുട്ടിയുടെ പേര് അവിടെ കണ്ടാലും ടീച്ചേഴ്സിന് സംശയം വേണ്ട, അത് അവിടെ നിലനിന്നോട്ടെ. കാരണം പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലാണ് SNP വിതരണങ്ങൾ നടക്കുന്നത്. ആയതുകൊണ്ട് പോഷൻ ട്രാക്കർ എന്നത് കേരളത്തിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിലുള്ള എല്ലാ അംഗനവാടികളിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലാണ് HSCM THR ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഗോയിങ് ആണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ അംഗനവാടിയിൽ നിന്നും ഒന്നും കൊടുക്കുന്നില്ല, വളർച്ചാ നിരീക്ഷണം പോലെയുള്ള സേവനങ്ങൾ മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് മാത്രമാണ് അവിടെ നിലനിർത്തുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ അർജൻറ്റായിട്ട് ഈ സന്ദേശം കേട്ട ഉടനെ തന്നെ മനസ്സിലാക്കിയ ഉടനെ തന്നെ അങ്കണവാടിയിൽ നിന്നും പിരിഞ്ഞു പോയ കുട്ടികളെ സ്കൂൾ ഗോയിങ് എന്ന് മാർക്ക് ചെയ്യുക. അങ്കണവാടിയിലേക്ക് വന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. താങ്ക്